ഹലോ. അപ്പോൾ നമ്മൾ കുറച്ചായാലും ഒരു റെസിപ്പി വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ദേ പിടിച്ചോ നല്ലൊരു അടിപൊളി പോർക്ക് വിന്താലുവിൻ്റെ റെസിപ്പി. ഞാൻ മുന്നേ കൂട്ടിയൊരു കാര്യം പറഞ്ഞേക്കാം. ഈസി പീസി ആയിട്ടുള്ള വളരെ മടി പിടിച്ചിട്ടുള്ള കണക്കുകളും കാര്യങ്ങളൊന്നും ഇല്ലാത്ത റെസിപ്പികൾ മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ. കാരണം ഞാൻ അതിൻ്റെ ആളാണേ. അപ്പോൾ അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഒരു പിടി മുളക് എടുക്കുക. ഇത് ഒരു 1/2 കിലോ പോർക്കിൻ്റെ ഒരു കണക്കാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ കാശ്മീരി മുളകും ഉണ്ട്, എരിവുള്ള മുളകും ഉണ്ട്. അപ്പോൾ അത് രണ്ടും കൂടിയിട്ട് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് മുറിച്ചിടുക. എന്നിട്ട് അതിനകത്തേക്ക് നമ്മുടെ വിനാഗിരി ഇല്ലേ, വിനാഗിരി ഒരു 3 to 4 ടേബിൾ സ്പൂൺ വരെ വിനാഗിരിയും ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ കൂടെ നമുക്ക് മുഴുവൻ മല്ലി ഇല്ലേ, നമ്മുടെ പൊടിക്കുന്നതിന് മുന്നേയുള്ള മല്ലി, ആ മല്ലിയും കഴുകി അതിനകത്തേക്ക് ഇടുക. ചെറിയ ചൂടുള്ള ഒരു ഇച്ചിരി വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒരു 2 മണിക്കൂർ മാക്സിമം സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കുക. എന്നിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിനകത്തേക്ക് ഇത്രയും ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ നമ്മൾ ഈ സോക്ക് ചെയ്ത് വെച്ചതില്ലേ അതും അതിനകത്തേക്ക് ഇടുക. അതിൻ്റെ കൂടെ തന്നെ നമ്മളിത് ക്ലോയും പിന്നെ നമ്മുടെ കറുകപ്പട്ട, പിന്നെ കടുക്, പിന്നെ നമ്മുടെ കുരുമുളക്, പിന്നെ ജീരകം, ഇത്രയും കൂടി ഇട്ടിട്ട് നല്ലോണം അരച്ചെടുക്കുക. നല്ലോണം പേസ്റ്റാക്കി അരച്ചെടുക്കുക. അതിന് പാടുണ്ടെന്നുണ്ടെങ്കിൽ വിനാഗിരി ഒഴിച്ചിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് നമ്മുടെ മെയിൻ താരം പോർക്കിലേക്ക് ഇതങ്ങോട്ട് ഇടുക. ഇച്ചിരി നെയ്യും കാര്യങ്ങളൊക്കെ ഉള്ള പോർക്കാണ് കേട്ടോ അതിന് നല്ലത്. പിന്നെ അതിനകത്തേക്ക് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം അത് മാരിനേറ്റ് ചെയ്ത് ഓവർനൈറ്റ് വെക്കണതാണ് എപ്പോഴും നല്ലത് കേട്ടോ. അങ്ങനെ അത് മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ ഒരു 8 hours ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അത് ചീഞ്ചിട്ടി അടുപ്പത്ത് വയ്ക്കുക, ഓയിൽ ഒഴിക്കുക. ഞാൻ ചെറിയ ഉള്ളിയാണ് ഇട്ടത്, നിങ്ങൾക്ക് വേണമെങ്കിൽ സബോളയ്ക്ക് ഇടാം, കുഴപ്പമില്ല. എന്നിട്ട് അത് ഇതുപോലെ നല്ലോണം വഴന്ന് വന്നു കഴിയുമ്പോൾ ഒന്നും നോക്കണ്ട, ആ സോക്ക് ചെയ്ത് വെച്ചതെടുത്തിട്ട് അങ്ങനെ തന്നെ അങ്ങോട്ട് അതിനകത്തേക്ക് തട്ടിയിടുക. എന്നിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് ഒരിച്ചിരി വെള്ളവും കൂടി അങ്ങ് ഒഴിക്കുക. കാരണം ഒരു ഇച്ചിരി ഗ്രേവി ആയിട്ട് ഇരിക്കുന്നതല്ല എപ്പോഴും നല്ലത്. അങ്ങനെ ഇച്ചിരി വെള്ളവും കൂടി ഒഴിച്ചിട്ട് അടച്ച് വെച്ച് വേവിക്കുക. ഒരു 1/2 മണിക്കൂർ തൊട്ട് 3/4 മണിക്കൂർ വരെയാണ്. പിന്നെ ഓരോ പോർക്കിനും ഓരോ വേവാണല്ലോ, ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കി ഇളക്കിയൊക്കെ വേവിച്ചെടുക്കുക, അടി പിടിപ്പിക്കരുത്. പിന്നെ ഏറ്റവും അവസാനം ഒരു ഇച്ചിരി മധുരം കൂടി ഇടുക, പഞ്ചസാര. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു എരിവും പിന്നെ വിനാഗിരിയുടെ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മുടെ മീൻകറിയുടെ കേസ് പറഞ്ഞ പോലെ ഇത് ഇച്ചിരി വെച്ചാലാ ടേസ്റ്റ്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ.